നമസ്കാരം. ആർ ശ്രീലേഖ IPS എന്തുകൊണ്ട് മേയറായില്ല എന്നതിൽ BJP-ക്കാരെക്കാളും തിരുവനന്തപുരം നഗരവാസികളെക്കാളും ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മറ്റ് പ്രവർത്തകരെക്കാളും നേതാക്കളെക്കാളും ഒക്കെ വേവലാതി ചില മാധ്യമങ്ങൾക്കാണ്, പ്രത്യേകിച്ചും ട്രീ കട്ടർ മരമുറി ചാനലിന്. കാരണം ഇവരാണ് സത്യം പറഞ്ഞാൽ കുറേ നാളുകളായിട്ട് ശ്രീലേഖ മേയറാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇവർക്ക് എവിടുന്നോ റിപ്പോർട്ട് കിട്ടി എന്ന തരത്തിൽ പല രീതിയിൽ വ്യാജ വാർത്തകൾ നിർമ്മിച്ച് നൽകിയത്. അവർക്ക് BJP-യുടെ സംവിധാനം ഇനി അറിയില്ലെന്ന് നമുക്കറിയില്ല. അറിയാഞ്ഞിട്ടാണോ? BJP എങ്ങനെയാണ് ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്? BJP-ക്ക് ഇപ്പം എന്താണ് ഈ നിതിൻ നബീൻ എന്ന് പറയുന്ന വർക്കിംഗ് പ്രസിഡന്റ്, വർക്കിംഗ് അധ്യക്ഷൻ, അദ്ദേഹം ഉടൻ തന്നെ പ്രസിഡന്റുമാകും. 45 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തെ ആർക്കെങ്കിലും അറിയാമായിരുന്നു? ആർക്കും അറിയാമായിരുന്നില്ല. JP നദ്ദ ഇതിനു മുൻപ് ആർക്കെങ്കിലും അദ്ദേഹം പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് അറിയാമായിരുന്നു? ഇല്ല. അങ്ങനെ നിരവധി പേരുണ്ട്. ബംഗാരു ലക്ഷ്മൺ, അദ്ദേഹമൊക്കെ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വന്നവരാണ്. അപ്പം BJP-യുടെ സംവിധാനം, ഭരണ സംവിധാനം സൃഷ്ടിക്കുക എന്ന് പറയുന്നതിന് ഒരു സിസ്റ്റമുണ്ട്, ഒരു ക്രമമുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ മരമുറി ചാനലും മറ്റ് ചില ദൃശ്യമാധ്യമങ്ങളും ചില സമൂഹ മാധ്യമ പേജുകളുമൊക്കെ ഇന്നലെ മുതൽ ശ്രീലേഖയ്ക്ക് അതൃപ്തി ഇത് മാത്രമേ പറയുന്നുള്ളൂ. ശ്രീലേഖയ്ക്ക് അതൃപ്തി. രാജീവ് ചന്ദ്രശേഖറിന്റെ നോമിനിയായ ശ്രീലേഖയെ വെട്ടി VV രാജേഷിനെ മേയറാക്കി എന്ന കാര്യമാണ് പറയുന്നത്. ഭാരതീയ ജനതാ പാർട്ടി സംവിധാനത്തെക്കുറിച്ച് ഈ പറയുന്നവർക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നു. ഇത് രാഷ്ട്രീയം കൂടിയാണ്. ഇത് ഭരണ സംവിധാനം ജനങ്ങൾ തന്ന അംഗീകാരമാണ്. അത് ഹൃദയം തുറന്ന് സ്വീകരിച്ചുകൊണ്ട് ഒരു ഭരണ സംവിധാനത്തെ സൃഷ്ടിച്ചെടുക്കുക. തിരുവനന്തപുരം നഗരം പോലെ, കോർപ്പറേഷൻ പോലെ അതിപ്രധാനമായ ഒരു നഗരത്തിൻ്റെ ഭരണത്തിന് ചുക്കാൻ പിടിക്കുക എന്നാൽ അത് കുട്ടിക്കളിയല്ല. അതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവന്ന് ആ സെലിബ്രിറ്റിക്ക് വലിയ സ്ഥാനങ്ങൾ കൊടുത്ത്, അനർഹമായ സ്ഥാനങ്ങളും അല്ലെങ്കിൽ അവർക്ക് ചേരാത്ത രീതിയിലുള്ള സ്ഥാനമാനങ്ങളും കൊടുത്ത് അവരെ സുഖിപ്പിക്കുന്ന പരിപാടിയൊന്നും BJP-ക്കില്ല. BJP പോയി ക്ഷണിച്ചിട്ടോ അല്ലെങ്കിൽ BJP അവരുടെ ആരുടെയെങ്കിലും വീട്ടുപടിക്കൽ കിടന്നിട്ടോ ഒന്നുമല്ല BJP-യിലേക്ക് സെലിബ്രിറ്റികളും ആളുകളും എത്തുന്നത്. BJP-യുടെ പ്രവർത്തന ശൈലി കണ്ടുകൊണ്ടും വികസന കാഴ്ചപ്പാട് കണ്ടുകൊണ്ടുമാണ് വളരെ പ്രധാനപ്പെട്ട ആളുകൾ, ജേക്കബ് തോമസ് സാറ്, അതുപോലെ തന്നെ E. ശ്രീധരൻ, മെട്രോമാൻ E. ശ്രീധരൻ, അങ്ങനെ എത്ര അണ്ണാമലൈ, കുപ്പസ്വാമി അണ്ണാമലൈ, അങ്ങനെ എത്രയെത്ര മഹാരഥന്മാരും ഈ ശ്രീലേഖ IPS അങ്ങനെയൊക്കെ എത്തുന്നത്. അപ്പം അവർക്ക് അതൃപ്തിയുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ട ചുമതല മരമുറി ചാനലിനും മറ്റ് മാധ്യമങ്ങൾക്കുമാണ്. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ആണോ? അല്ല. BJP-യുടെ കാര്യം BJP നോക്കിക്കൊള്ളും. NDA-യുടെ കാര്യം BJP നോക്കിക്കൊള്ളും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനങ്ങൾ തന്ന ആ ഒരു സമ്മതമാണ്, മനസ്സമ്മതമാണ്, ജനങ്ങൾ തന്ന അംഗീകാരമാണ്. അതെങ്ങനെ വിനിയോഗിക്കണം എന്ന് തീർച്ചയായിട്ടും BJP-ക്ക് സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊക്കെ അറിയാം. 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനത്തിൻ്റെ ബ്ലൂ പ്രിന്റ് ജനങ്ങൾക്ക് സമർപ്പിക്കും, നാടിനെ സമർപ്പിക്കും. അപ്പം അതിനെയൊക്കെ ഒന്ന് മറികടക്കാൻ വേണ്ടി പല രീതിയിലുള്ള കുത്തിത്തിരിപ്പുകളുമായി ഈ മരമുറിയും കൂട്ടരുമൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ജനങ്ങൾ തന്ന അംഗീകാരമാണ്. അത് ഹൃദയം നിറച്ച് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തികൾക്ക് ചെലവാക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കും. മാത്രമല്ല, ഇവിടെ മുൻ കോർപ്പറേഷൻ നടത്തിയ ക്രൂരമായ അഴിമതി കഥകളൊക്കെ പുറത്തു കൊണ്ടുവരും. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കും, കൃത്യമായ ഇടപെടലുണ്ടാകും, എല്ലാ കാര്യത്തിലും മുമ്പോട്ട് പോകും. ഇവിടെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നു, അതിൻ്റെ കാര്യം അവർ നോക്കിക്കൊള്ളും. നിങ്ങൾ കിടന്നുകൊണ്ട് വാ കീറി നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ശ്രീലേഖയ്ക്ക് അതൃപ്തി ഇത് തന്നെയാണ് കഴിഞ്ഞ ഒരു 24 മണിക്കൂറായിട്ട് സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പച്ചക്കള്ളങ്ങളും പറഞ്ഞുകൊണ്ട് വീട്ടിലെത്തി അനുനയിപ്പിച്ചു. അനുനയിപ്പിക്കാൻ ഇതെന്താണ്? മറ്റേ ഇവിടെ കിടക്കുന്ന സിംഹം വല്ലതുമാണോ? സർക്കസ് കൂട്ടിലെ സിംഹം വല്ലതുമാണോ? ഒരു പൊതുപ്രവർത്തകയായിട്ട് വന്നതല്ലേ? അവരുടെ ബ്യൂറോക്രാറ്റിൻ്റെ ഭാഗമായിരുന്നു. ഒരു പൊതുപ്രവർത്തകയായിട്ട് അവരുടെ ആഗ്രഹപ്രകാരം കടന്നു വന്നതാണ്. അത് അവർക്കുള്ള അംഗീകാരം, അവരുടെ കഴിവിനനുസരിച്ചുള്ള അംഗീകാരം അവർക്ക് നൽകുക തന്നെ ചെയ്യും. അതെങ്ങനെയാണ്, ഏതാണ് എന്നുള്ള കാര്യം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഇവിടുത്തെ മരമുറി കേന്ദ്രങ്ങളല്ല.